ഞങ്ങൾക്കൊരു കോമൺ ഓ പിന്നെന്താ പറയാനുള്ളതൊക്കെ പറയാം. നമുക്കെന്താ രാഹുൽ മാവൂട്ടപ്പൻ വേറെ സപ്പോർട്ട് ചെയ്ത് നോക്കി വന്നു. അപ്പൊ റെഡി. ഇനിയിപ്പോ 6 മാസത്തിന് വീട് കഴിഞ്ഞു. 6 എടുക്കില്ല. ഇന്നലെയാണ് കണ്ണാടി പഞ്ചായത്തിലെ സുന്ദരേട്ടന് രാഹുൽ മാങ്കൂട്ടം താൻ നിർമ്മിച്ചു നൽകുന്ന CSR ഫണ്ടുമായി ഇന്റൽ മണിയുമായി ചേർന്നുകൊണ്ട് നിർമ്മിച്ചു നൽകുന്ന 20 വീടുകളിൽ 8ാമത്തെ വീടിന്റെ തറക്കല്ലിടൽ നിർവഹിച്ചത്. സിനിമാ താരം തൻവീറാം ആയിരുന്നു അതിന്റെ ഔപചാരികമായ കർമ്മം നിർവഹിച്ചത്. മുഖ്യ അതിഥിയായി എത്തിയതും തൻവീറാമായിരുന്നു. ആ വേദിയിൽ രാഹുലിനോട് ഈ സുന്ദരേട്ടൻ ചോദിച്ച വളരെ അർത്ഥവത്തായ ഒരു ചോദ്യമാണ്. 6 മാസം കൊണ്ട് രാഹുലെ 6 മാസം കൊണ്ട് പൂർത്തിയാകുമോ നിർമ്മാണം എന്നാണ് ആ പാവത്തിന്റെ ചോദ്യം. നിഷ്കളങ്കമായ ഒരു ചോദ്യം. കാരണം കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ ഒരു ജീവിതായുസ് മൊത്തം ഇങ്ങനെ ജീവിച്ച് അധ്വാനിച്ച് വെയിലും മഴയും ഇല്ലാതെ അധ്വാനിച്ച് ജീവിച്ച് അവസാനം കയറിക്കിടക്കാൻ ഒരു കൂരയില്ലാതെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഈ പറയുന്ന സുന്ദരേട്ടന് തന്റെ വീടിന്റെ തറക്കല്ലിടൽ കർമ്മം നിർവഹിച്ചു കഴിഞ്ഞപ്പോ സുന്ദരേട്ടനൊരു ചോദ്യമാ, ഒരു ആഗ്രഹമാ, ഈ വീട് പണി തീർന്ന് അതിൽ കയറി കിടക്കാനുള്ള ഭാഗ്യമുണ്ടാകുമോ എന്നുള്ള ഒരു ആശങ്ക. കാരണം പ്രായം അത്രയായെന്നേ. കുറെ കാലമായി ഈ മയലത്തും മഴയത്തുമൊക്കെ ഈ വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഒക്കെ അധ്വാനിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ കുറയായി. പ്രായം 70കളിലേക്ക് എത്തി നിൽക്കുകയാ. അപ്പോൾ അങ്ങനത്തെ സുന്ദരേട്ടനൊരു ചോദ്യം, രാഹുലെ 6 മാസം കൊണ്ട് പൂർത്തിയാവില്ലേ എന്നാണ് ഈ പറയുന്ന സുന്ദരേട്ടന്റെ ഒരു കണക്ക് വെച്ചിട്ട് ഒരു 6 മാസത്തിൽ പൂർത്തിയാകുമെന്ന് കരുതിയിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം. പക്ഷേ അതിന് രാഹുലിന്റെയും ഇന്റൽ മണിയുടെ മോഹനേട്ടന്റെയും വളരെ സന്തോഷം നൽകുന്ന, മനസ്സിന് കുളിർമയേകുന്ന ഒരു മറുപടിയാണ് നിങ്ങൾ കേട്ടത്. 6 മാസമൊന്നും വേണ്ടി വരില്ല, അതിന് മുന്നേ തന്നെ കാര്യങ്ങൾ പൂർത്തീകരിച്ച് താക്കോല് നിങ്ങൾക്ക് അങ്ങോട്ട് തരും. എന്ത് വേണം ഇതിനപ്പുറം? എന്ത് വേണം? ആർക്ക് സാധിക്കുമടോ? പിരായിരിയിലെ പറീന് സാധിക്കുക? പിരായിരിയിൽ ഒരു MLA ഉണ്ടല്ലോ. പിരായിരി എണ്ണിക്കഴിഞ്ഞപ്പോ വിജയിച്ചു കയറിയ MLA എവിടെയാണെന്ന് പോലും കാണാനില്ല. ആ MLAക്ക് സാധിക്കുമോ ഇതുപോലെ കഴിയോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഒരു മാസത്തിനുള്ളിൽ 7 വീടുകൾക്കാണ് തറക്കല്ലിട്ടിരിക്കുന്നത്. വെറുതെ തറക്കല്ലിട്ട് പോവുകയല്ല, നിർമ്മാണ പ്രവർത്തനങ്ങൾ അതിവേഗത്തിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാ. പാലക്കാട്ട് രാഹുലിനെ വെല്ലാൻ മറ്റാരുണ്ടോ? പാലക്കാട്ട് രാഹുലിനെ വെല്ലാൻ മറ്റാരുണ്ട്? 6 മാസം കൊണ്ട് പൂർത്തിയാവില്ലേ രാഹുലെ എന്ന് നിഷ്കളങ്കമായ ഒരു ചോദ്യം സുന്ദരേട്ടൻ ചോദിക്കുമ്പോ രാഹുലും മോഹനേട്ടനും കൂടി ചേർന്ന് പറയാ, ഏയ് ബേജാറാവണ്ട, 6 മാസം വേണ്ടി വരില്ല, അതിന് മുന്നേ പൂർത്തിയാക്കിയിരിക്കും. അല്ലേ? ഇതിനപ്പുറം മറ്റെന്ത് വേണം രാഹുലിന്? പാലക്കാട്ടുകാർക്ക് മറ്റെന്ത് വേണം? കാരണം പാലക്കാട്ടുകാരെ വിജയിപ്പിച്ച് വിട്ടവര്, പാലക്കാട്ടുകാരെ തെരഞ്ഞെടുത്ത് വിട്ടവർ ആളുകള് അവർക്കൊന്നും തെറ്റിയില്ല. അവർക്ക് അവരുടെ കണക്കുകൂട്ടലുകൾ ഒന്നും പിഴച്ചില്ല. രാഹുൽ അതിവേഗം ബഹുദൂരം എന്ന് ഉമ്മൻചാണ്ടി പറഞ്ഞ രീതിയിൽ പാലക്കാട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതിവേഗം ബഹുദൂരം. കാരണം തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തന്നെ ആകെ വിജയിച്ചു കയറുന്ന MLAക്ക് കിട്ടാൻ പോകുന്ന കാലാവധി എന്ന് പറയുന്നത് വെറും 2 വർഷം. ഈ 2 വർഷം കൊണ്ട് ഈ MLA ഒരു മണ്ഡലത്തിൽ എന്ത് ചെയ്യാനാ എന്ന് ചോദിച്ചവർക്ക് മുന്നില് നെഞ്ചും വിരിച്ചു നിന്ന് രാഹുലിന് പറയാം, ഇതാ കണ്ടോളൂ, പാലക്കാട്ടിന്റെ മണ്ണില് ഈ 2 വർഷം ഞാൻ എന്താണ് ചെയ്തത് എന്ന് 2026 പ്രചരണ വേളയിൽ രാഹുലിന് നെഞ്ചും വിരിച്ചു നിന്ന് പറയാൻ കഴിയും. ഇതിനപ്പുറം മറ്റെന്ത് വേണമല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പോ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും ഒക്കെ നമ്മളിൽ എത്ര പേരുണ്ട് ഒരു വീടെന്ന സ്വപ്നവുമായി നടക്കുന്ന ആളുകള്? ഇനി നമുക്ക് ചുറ്റുപാടിലും എത്ര ആളുകളുണ്ട്? ഒരു ആയുസ് കൊണ്ട് മൊത്തം ഒരു ആയുസിൽ ഒരു വീടെന്ന സ്വപ്നം ഇപ്പോഴും സ്വപ്നമായി കൊണ്ട് നടക്കുന്ന, ജീവിതത്തിന്റെ സായാഹ്ന ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന എത്ര ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്, നമ്മുടെ ചുറ്റുപാടുകളിലുമുണ്ട്. അത്തരത്തിലൊരാളാണ് സുന്ദരേട്ടൻ. ആ സുന്ദരേട്ടന് 8ാമത്തെ വീട് സുന്ദരേട്ടനായിട്ട് തറക്കല്ലിട്ട് അവിടെ പൂർത്തീകരിക്കുമ്പോ ഇതിലേറെ സന്തോഷം എന്ത് വേണമല്ലേ? ഇതിലേറെ സന്തോഷമുള്ള കാര്യം മറ്റെന്താണ്? അതാണ് പറയുന്നത്, രാഹുലിന്റെ പ്രവർത്തനങ്ങള് പാലക്കാടിന്റെ മണ്ണില്
വലിയ ചർച്ചയാവുന്നുണ്ട്, അത് ജനങ്ങളുടെ ഹൃദയം തൊടുന്നുണ്ട് എന്നുള്ള കാര്യം. അതല്ലേ സുന്ദരേട്ടൻ നിഷ്കളങ്കമായിട്ട് ചോദിച്ചത്, രാഹുലെ ഒരു 6 മാസം കൊണ്ട് പൂർത്തിയാവുമോ? പിന്നല്ലാതെ സുന്ദരേട്ട 6 മാസം വേണ്ട നമുക്ക്, അതിന് മുന്നോടിയായിട്ട് ഇത് പൂർത്തിയാവും സുന്ദരേട്ട. ബേജാറാവേണ്ട സുന്ദരേട്ട, വേവലാതി വേണ്ട, ആശങ്കപ്പെടേണ്ട. കാര്യങ്ങൾ അതിവേഗമാണ് കുതിക്കുന്നത്. രാഹുല് നിങ്ങൾക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്, പാലക്കാട്ടുകാർക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. ഇതൊക്കെ കാണുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഓരോ ദിവസവും നിങ്ങളുമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നത്. അതിനുള്ള കാരണം എന്ന് പറഞ്ഞത് ഈ പറയുന്ന രാഹുലല്ല അതിനുള്ള കാരണം. അതിനുള്ള കാരണം എന്ന് പറയുന്നത് പാലക്കാട്ടെ പിരായിരിയിലെ കണക്കപ്പിള്ളയായിട്ടുള്ള പരിനാണ്. പിന്നൊന്ന് പാലക്കാട്ടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുരേഷ് ബാബുവാണ്. അങ്ങനെ കുറെ ആളുകളുണ്ട്. സി കൃഷ്ണകുമാറുണ്ട്, CJP മുന്നണിയിലെ മുന്നണി നേതാവായിട്ടുള്ള സി കൃഷ്ണകുമാർ. അതുപോലെ CJPയിലെ തന്നെ മറ്റൊരു മുന്നണി നേതാവായിട്ടുള്ള പ്രശാന്ത് ശിവന്. അങ്ങനെ ഒരുപാട് അധികം ആളുകൾ ഉണ്ട് ഇതിനൊക്കെ കാരണക്കാരായിട്ടുള്ളത്. കാരണം എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ? മലപ്പുറം കത്തി, മിഷൈൻ ഗണ്ണ്, AK-47, അവസാനം പവനായി ശവമായി എന്ന് പറഞ്ഞ അവസ്ഥയാ പാലക്കാട്ടിപ്പോ. ഈ പറയുന്ന ആരെയും എവിടെയും കാണാനില്ല. ഈ പറയുന്ന ആരെയും എവിടെയും കാണാനില്ല. തടയുമെന്നും കാലുകുത്തിക്കില്ലെന്നും ഭീഷണി, വെല്ലുവിളി. എന്തൊക്കെയായിരുന്നു? MLA ഓഫീസ് അടച്ച് പൂട്ടണം. MLA ഓഫീസിൽ ഞങ്ങൾ എങ്ങനെയാ പോവുക? എന്തിനാ MLA ഓഫീസിൽ പോണേ? MLA 24 മണിക്കൂറും പാലക്കാട്ട് സജീവമാ. അയാള് MLA ഓഫീസിൽ ശീതീകരിച്ച മുറിയിൽ ഇരിക്കുകയല്ല. അയാള് പാലക്കാടിന്റെ മണ്ണില് പാലക്കാട്ടുകാർക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വിശ്രമമില്ലാത്ത പരിശ്രമങ്ങൾ, പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ചേർത്ത് പിടിക്കലുകൾ. നമ്മളിത് പല സ്ഥലങ്ങളിലും കാണുന്ന ഒരു കാഴ്ചയുണ്ട്. ആ കാഴ്ച എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. എന്താണ് ആ കാഴ്ച? നമ്മള് ഈ പറയുന്ന വിവാദങ്ങളും കോലാഹലങ്ങളും ഒക്കെ കഴിഞ്ഞ് തിരിച്ചെത്തിയ രാഹുൽ മാങ്കൂട്ടത്തില്, ആ രാഹുൽ മാങ്കൂട്ടത്തില് പാലക്കാട് എത്തിയതിനു ശേഷം എവിടെയൊക്കെ പരിപാടികളിൽ പങ്കെടുക്കുന്നോ, ഏതൊക്കെ സ്ഥലങ്ങളിൽ പോകുന്നുവോ അവിടെയൊക്കെ ഈ പറയുന്ന പ്രായ വ്യത്യാസമില്ലാതെ സ്ത്രീ സമൂഹം ഒന്നടങ്കം ഇരുകൈയും നീട്ടി രാഹുലിനെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കാണുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഈ പറയുന്ന സരീന്, ഈ പറയുന്ന കൃഷ്ണകുമാർ, ഈ പറയുന്ന സുരേഷ് ബാബു, ഈ പറയുന്ന പ്രശാന്ത് ശിവന്, ഇവരൊക്കെ എങ്ങനെയാണോ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ കിടന്നുറങ്ങാൻ കഴിയുക? അല്ലേ? രാഹുലാണെങ്കിൽ ഇതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്യുന്നു. ഇനിയിപ്പോൾ രാഹുൽ പങ്കുവച്ചില്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതൊക്കെ വീഡിയോ ആയി ചിത്രീകരിച്ച് അതൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വിടുകയും ചെയ്യുന്നു. അപ്പോൾ കാണണ്ടെന്ന് കരുതി കണ്ണുപൂട്ടിക്കഴിഞ്ഞാലും ഫേസ്ബുക്കോ യൂട്യൂബോ സോഷ്യൽ മീഡിയകളിൽ ഏതെങ്കിലും പ്ലാറ്റ്ഫോം ഒന്നെടുത്ത് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം നിരന്തരമായി രാഹുലിന്റെ വീഡിയോകൾ വന്നുകൊണ്ടിരിക്കുക. സ്ത്രീജനങ്ങള് വന്ന് കെട്ടിപ്പിടിക്കുന്നു. ആശാവർക്കർമാരുടെ സമരത്തിൽ പോയപ്പോൾ നമ്മൾ അവിടെ കണ്ടു. അത് തിരുവനന്തപുരത്ത്. എന്നാൽ പാലക്കാട്ട് വന്നാലോ അവിടെ അതിന് ഒരു കുറവുമില്ല. ജനങ്ങൾ ഇരു കൈയും നീട്ടി സ്വീകരിക്കുക, ജനങ്ങൾ സെൽഫി എടുക്കാൻ തിക്കും തിരക്കും കൂട്ടുക, ജനങ്ങൾ രാഹുലിനെ കാണാൻ ആവേശം കാണിക്കുന്നു. അപ്പൊ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാല് ഇവരുടെ ഒരു അവസ്ഥ എന്തായിരിക്കും അല്ലെ? ഉറക്കമില്ലാത്ത രാത്രികൾ കാളരാത്രികളായി മാറൂലേ? അല്ലെ? അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരുത്തരും വാ തുറക്കുന്നില്ലല്ലോ ഇപ്പോ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പൊ കഴിഞ്ഞ ദിവസം, അതായത് പാലക്കാട്ട് നിന്ന് ബാംഗ്ലൂരിലേക്ക് ഒരു വോൾവോ ബസ് അനുവദിച്ചിട്ട് അതിന്റെ ഫ്ലാഗ് ഓഫ് ചെയ്ത അന്ന് ഞങ്ങളെ ആരെയും അറിയിച്ചില്ല, ഞങ്ങളെ വിളിച്ചില്ല എന്നൊക്കെയായിരുന്നു പരാതി. എന്നാൽ അത് കഴിഞ്ഞിട്ട് പാലക്കാട്ട് എത്ര പരിപാടികൾ ഈ പറയുന്ന ആളുകളെ ക്ഷണിച്ചുകൊണ്ട് പരസ്യമായി നോട്ടീസ് അടിച്ച്, ഫ്ലെക്സ് അടിച്ച്, ബാനർ അടിച്ച് വെച്ച് പരിപാടികൾ നടത്തി. ഇവരെ ആരെയും എവിടെയും കണ്ടില്ല. ഇനിയിപ്പോ KSRTC ഡിപ്പോയിൽ തന്നെയാണെങ്കിൽ ഇന്നലെ വീണ്ടും പാലക്കാട് നിന്ന് ഗൂഡല്ലൂരിലേക്ക്, അങ്ങനെ പാലക്കാട് നിന്ന് പുറപ്പെടുന്ന 2-3 ബസ്സുകളുടെ ഫ്ലാഗ് ഓഫ് രാഹുൽ മാങ്കൂട്ടം നടത്തി. ഒരാളെ പോലും കണ്ടില്ലല്ലോ. സരീനില്ല, സുരേഷ് ബാബു ഇല്ല, പ്രശാന്ത് ശിവനില്ല, കൃഷ്ണകുമാറില്ല, മിനി കൃഷ്ണകുമാറില്ല, ആരും തന്നെ ഇല്ല. എവിടെ പോയി ഇവരൊക്കെ? പാലക്കാട് തന്നെ ഉണ്ടോ ആവോ? അല്ലെ? എന്താണെങ്കിലും പാലക്കാട്ടേക്കൊരു യാത്ര പോകണം. എന്തിനാ?
രാഹുലിനെ ഒന്ന് കാണണം. അതോടൊപ്പം ഈ പറയുന്ന ആളുകളെ സരിനെയും പ്രശാന്ത് ശിവനെയും സുരേഷ് ബാബുവിനെയും കൃഷ്ണകുമാറിനെയും മിനി കൃഷ്ണകുമാറിനെയും ഒക്കെ ഒന്ന് കാണണം. കാരണം ഇവരുടെ മുഖത്തുള്ള ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊന്ന് ചിത്രീകരിക്കണം. എനിക്ക് അത് ചിത്രീകരിച്ചിട്ട് നിങ്ങളിലേക്ക് എത്തിക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്.